ആശാനെ മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. ചേട്ടനോടെ പോയിരിക്കുവാ? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കെങ്ങും വേണ്ട. എയ്ഡ്സ് ഉള്ള കാലമാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, വനജെ ചേട്ടനോട് പോയി. ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല. വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? അമ്മേ, ഞാൻ പോകുന്നു. മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടമല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി, എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചിരാന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനൽക്ക് തട്ടലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞേ? അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കൊറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര. കുഞ്ഞിലക്ഷ്മി, കഞ്ഞി കാലായോ തരാൻ? ആയ കാണുമേ, ഇതാ വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം നിസ്സാരമല്ല. ഇത് നോക്കാം. ഇതന്നെയല്ലേ? അതേടോ. നമസ്കാരം. എന്താ പഞ്ചായത്ത് മെമ്പർ ഈ വഴിക്ക്? വെറുതെ വന്നതാ. ഈ സിറിയ കൂരിക്കാടൻ പുതിയ എസ് ഐ ആണോ? പഴയ എസ് ഐ തന്നെ, പക്ഷെ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്കുക. ആളെങ്ങനെയാ? ഞാൻ കണ്ടിട്ടില്ല. താൻ അറിയോടോ? പിന്നെ അറിയും. ഞാൻ പുതുക്കാടുണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് കാണും. പ്രാക്ക് സിറിയക്കെന്ന ഇരട്ട പേര്. പ്രാക്കോ? അതെന്തിരട്ട പേരാടോ? എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. പ്രത്യേകിച്ചും പെണ്ണുങ്ങടെ. അപ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് അർത്ഥം. എടോ നാരായണ, താനൊന്ന് അവിടെ ഉണ്ടാവണം. ആരും ഇല്ലെങ്കിലേ കൂലിക്കാരൻ വന്ന ഉടനെ ചൂടാവും. ശരി സാർ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വൈദ്യുതിക്കുഴപ്പല്ലേ? ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നോ? ഒന്നിട്ട് പോക്കെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്ന് പറഞ്ഞ കേൾക്കില്ല. വിചാരമുണ്ട് നിന്റെ ആശാമ നിന്നെയും
ഇനി എന്റെ പിള്ളേരെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങാ പൊടുന്ന പോലെ ഞാൻ പൂളിക്കളയും. പോന്നീ പോടാ പോടാ. നിനക്ക് വേണോടി? ഹായ്, നല്ല മണം. എവിടുന്ന ഏട്ടാ? ദുബായിന്നാ? എനിക്ക് തരുവോ? കിട്ടുന്നൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തു. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം, പോരെ? ആശാനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിച്ചാ അടിക്കാം. അടി ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? ഇവിടം വരെ. എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് എടാ ഭരത, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷാർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. ഞാൻ അടിക്കണം. ഒന്ന് തള്ളി ഇറക്കിയ അവള് പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോണു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? നീ അത് കള, നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9 വണ്ടി കിട്ടുവോ? എനിക്ക് മാങ്ങാതരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ? നിർത്തണടാ. അവൾ എന്തു പറഞ്ഞിട്ടാ പോയത്? ഒന്നും പറഞ്ഞില്ലേ? ഞാൻ കേട്ടു. കുറച്ചു നാളായി അവളുടെ പെരുമാറ്റത്തില് മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറ്റേ എന്താ ഇത്? ഒന്നുമില്ല സെന്താ. നിനക്ക് തന്നെ അവൾക്ക് കൊടുത്തോടായിരുന്നോ? ഭരത, ഞാൻ പറഞ്ഞ 2 അവധിയും തെറ്റി. അന്ന് വാങ്ങിച്ച കാശ് ഈ ആഴ്ചയും തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്പം കൂടെ നീ ക്ഷമിക്കണം. അതിന് ഞാൻ കാശ് ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇവിടെ എന്താവാനാ? ഓർക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, വനജയുടെ ആലോചന എവിടം വരെയായി? ഒന്നും ആയിട്ടില്ല. ഭരത, നീ എന്നെ മറന്ന? എനിക്ക് വല്ലതും താ മോനെ. മുത്തശ്ശിയെ മറക്കാനാ? ഇത് വെച്ചോ. 5 രൂപ. 5 5. വന്നിട്ട് 2 ദിവസമായുള്ളൂ, അപ്പോഴേക്ക് ഇര കുത്തിയോ? പ്രാക്കാള് കൊള്ളാവല്ലോ സാറേ. ആരാ അത്? എന്താടോ സാർ? മണി 11 ഇതുവരെ സാറിനെ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. എന്താ കാര്യം? ഒന്നുമില്ല, 2 പ്രാവശ്യം DYSP വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. താൻ ചെല്ലി, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ പെണ്ണിന്റെ തന്ത? ജീവപര്യന്തത്തിൽ കിടക്കുന്ന കൊലപ്പുള്ളിയാ. ഷാപ്പിൽ വെച്ച് വഴക്കൂടി 2 പേരെ കൊന്നതിന്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അയാള് പരോളിൽ വരാറുണ്ട്. വരട്ടെ സാർ. എന്തൊരു ആനമുണ്ടെന്ന് നുണയാ സാറേ തട്ടിവിട്ടത്. ആ പെണ്ണിന്റെ തന്ത എത്തിട്ട് കാലവത്രായി. ഇവനെയൊക്കെ ആദ്യം ഒന്ന് വിരട്ടി നിർത്തിയാലേ ശരിയാവൂ. ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. സത്യമായി അറിഞ്ഞാലോ? ചോദിക്കും. അപ്പോഴോ? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു നുണയുണ്ടാക്കാൻ ഈ കരുണാരൻ എത്ര നേരം വേണോടോ? താ
വെച്ചാൽ 4 4 വെച്ചാൽ 8 വേ രാജാവേ ഇതാണ് പുള്ളി വേ രാജാവേ രാജാവേ 1 വെച്ചാൽ 2 2 വെച്ചാൽ 4 4 വെച്ചാൽ 8 വേ രാജാവേ ആ വേ രാജാവേ പുള്ളി വേ രാജാവേ അസ്തരേഖാശാസ്ത്രം ഭൂതം ഭാവി വർത്തമാനം ഭാഗ്യം വരൂ സാർ വേ രാജാവേ ആർക്കും വെക്കാം ഇതാണ് പുള്ളി ഇതിൽ വെച്ചാൽ ഇതിൽ വേ 1 വെച്ചാൽ 2 2 വെച്ചാൽ 4 4 വെച്ചാൽ വേ രാജാവേ വേഗം നിർത്തി പോയിക്കോ. എന്താ കറാവിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ SI ചാർജ് എടുത്തു. ആളിത്തിരി പെശക. ആരാ പുതിയ SI? ചെറിയ കൂലിക്കാർ. പ്രാക്കെന്താ ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. ആ വാടോ. അമ്മേ അമ്മേ എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാള് രാത്രി എന്തിനാ ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി, പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കടാ. ഇതൊന്നും വേണ്ട പഠിക്കണേ. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ ഇവൻ കൊള്ളാം. ഇവനേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ ഇത് കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന കിടാവിനെ ഞാൻ അയച്ചിട്ടു. അയ്യോ അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ച് പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ആ ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. ഓ അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. പോട്ടെ, റൈറ്റ്. ആ